guys, welcome back to my YouTube channel. How to check exam date. ഇതും ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ കാരണം DU എക്സാം ഡേറ്റ് കണ്ടുപിടിക്കുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടല്ല, ഒരു കുറഞ്ഞൊരു പരിപാടി ആയിട്ട് എനിക്ക് ആദ്യം തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തിയത്. കാരണം നമുക്കിത് ഇത്തിരി ഡിഫിക്കൽട്ടല്ല, പക്ഷെ ഇത്തിരി ഒരു പ്രയാസം നിറഞ്ഞ ഒരു പ്രൊസീജിയറാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. കാരണം നമുക്കൊരു ടൈം ടേബിൾ, അതായത് എക്സാം ടൈം ടേബിൾ എന്ന് പറഞ്ഞൊന്നുമില്ല. നമ്മൾ തന്നെ കണ്ടുപിടിക്കണം നമ്മുടെ എക്സാം ഏത് ഡേറ്റിലാണ്. പക്ഷെ ചില കോളേജസിൽ ടൈം ടേബിൾ കോളേജുകാർ പ്രൊവൈഡ് ചെയ്യുന്ന കോളേജസ് ഉണ്ട് കേട്ടോ. എൻ്റെ കോളേജിൽ അതില്ല. അതുകൊണ്ട് ഞാനിത് പഠിച്ചു. അപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഈ ഒരു എൻ്റെ എക്സാം PDF-ന്റെ ഒരു മോൾ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബേസിക്കലി എക്സാം ഡേറ്റ് എങ്ങനെയാ വരാന്ന് പറഞ്ഞാൽ ഒരു PDF-ന്റെ ഉള്ളിൽ വരാം. ഓക്കെ, ഈ PDF-ന്റെ ഉള്ളിൽ ആ കോളേജിൽ പഠിക്കുന്ന ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിന്റെയും എല്ലാ പേപ്പർ കോഡും ഈ ഒരു ഒറ്റ PDF-ന്റെ ഉള്ളിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മള് ബാക്കിയുള്ള കുട്ടികൾ പഠിക്കല്ലോ, നമ്മൾ പഠിക്കേണ്ടാവുക. അപ്പൊ നമ്മളെങ്ങനെ ആ PDF-ന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ സബ്ജക്ട്സ് മാത്രം, നമ്മുടെ സബ്ജക്റ്റിന്റെ ഡേറ്റ് മാത്രം എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിക്കും. മോളില് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ഞാനത് ഇവിടെ കാണിക്കാം. ഈ ഡിസ്ക്രിപ്ഷൻ വായിച്ചാൽ തന്നെ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും. ആൻഡ് കുറച്ച് മനസ്സിലാവാത്തൊരു കാര്യം ഒരു ആൽഫബറ്റ് എന്നൊക്കെ പറയുന്ന സംഭവമാണ്. ഓക്കെ, ബേസിക്കലി അത് പ്രോഗ്രാംകാർക്കാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പ്രോഗ്രാംകാർക്കായിരിക്കും മേ ബി വരുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ കോഴ്സിൽ ഈ പറയാൻ പോകുന്ന പ്രോഗ്രാംകാർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. പ്രോഗ്രാംകാരല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. പൊളിറ്റിക്കൽ സയൻസ് പ്ലസ് ഇംഗ്ലീഷ് എൻ്റെ ആണ് കേട്ടോ. പൊളിറ്റിക്കൽ സയൻസ് പ്ലസ് ഇംഗ്ലീഷ് ആണ് നമ്മുടെ കോഴ്സിന്റെ പേര് വരുന്നതെങ്കിൽ ഇതില് ഏതാണോ നമ്മൾ മേജർ, ഇപ്പൊ പൊളിറ്റിക്കൽ സയൻസ് എടുത്താലും മേജർ ഇപ്പൊ ഇംഗ്ലീഷ് എടുത്താലും നമ്മുടെ സബ്ജക്റ്റിന്റെ നെയിമില് പൊളിറ്റിക്കൽ സയൻസ് ഇംഗ്ലീഷ്, ഈ നെയിമിന്റെ ഫസ്റ്റത്തെ ലെറ്റർ ആൽഫബറ്റിക് ഓർഡറിൽ ഏതാണോ ആദ്യം വരുന്നത് ആ എക്സാം ആയിരിക്കും ആദ്യം. മനസ്സിലായോ? അതായത് ഇപ്പം പൊളിറ്റിക്കൽ സയൻസും ഇംഗ്ലീഷും നോക്കുകയാണെങ്കിൽ PE, ഇതിൽ ഏതാണ് ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വരുന്നത്? E അല്ലേ? അപ്പൊ ഇംഗ്ലീഷ് എക്സാം ആയിരിക്കും ആദ്യം. വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു കുട്ടിയുടെ സബ്ജക്ട് പൊളിറ്റിക്കൽ സയൻസും സാൻസ്ക്രിറ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ PS, ഇതിൽ ഏത് ലെക്ചറാണ് ആദ്യം വരുന്നത്? P അല്ലേ? അപ്പൊ ആ കുട്ടിയുടെ ആദ്യത്തെ എക്സാം പൊളിറ്റിക്കൽ സയൻസ് എക്സാം ആയിരിക്കും. ക്ലിയർ ആയോ? ആൻഡ് സെക്കൻഡ് എക്സാം സാൻസ്ക്രിറ്റ് ആയിരിക്കും. ഈ കുട്ടി ഏത് മേജർ എടുത്താലും ഏത് മൈനർ എടുത്താലും ഇങ്ങനെയായിരിക്കും. പറയാൻ എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഡേറ്റ് എന്ന് വെച്ചാൽ 3-ാം തീയതി നടക്കുന്ന എക്സാം, എന്നിട്ട് സബ്ജക്ട്സ് ഇങ്ങനെ എഴുതാം. ഈ പേപ്പർ കോഡില് പൊളിറ്റിക്കൽ സയൻസിനും ഇംഗ്ലീഷിനും സാൻസ്ക്രിറ്റിനും ഒക്കെ പേപ്പർ കോഡ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അടുത്തതില് 4-ാം തീയതി നടക്കുന്ന എക്സാംസിന്റെ പേപ്പർ കോഡ്, അതിലും പൊളിറ്റിക്കൽ സയൻസിന്റെയും ഇംഗ്ലീഷിന്റെയും സാൻസ്ക്രിറ്റിനും ഈ സെയിം പേപ്പർ കോഡ് ഇതിലും ഉണ്ടാവും. നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് നോക്കുമ്പോൾ കൺഫ്യൂഷൻ ആവില്ലേ, ഇനി 3-ാം തീയതി ആണോ നമ്മുടെ എക്സാം, 4-ാം തീയതി ആണോ നമ്മുടെ എക്സാം? അപ്പം സംഭവം ഇതാണ്, നമ്മുടെ ആൽഫബറ്റിക് ഓർഡറിൽ നമ്മുടെ 2 സബ്ജക്റ്റിൽ ഏതാണോ ആദ്യം വരുന്നത് അതാണ് ആദ്യത്തെ എക്സാം. അതായത് ഏത് ഡേയില് ഫസ്റ്റത്തെ ഡേയിൽ ഉണ്ടാവുന്ന എക്സാം അതായിരിക്കും. ആൻഡ് സെക്കൻഡ് ഡേയിലായിരിക്കും ആൽഫബറ്റിക് ഓർഡറിൽ രണ്ടാമത് വരുന്ന എക്സാം ആയിരിക്കും രണ്ടാമത്തെ ദിവസം. ഓക്കെ, ആണെങ്കിൽ PDF-ന്റെ ഒരു എക്സാമ്പിൾ വേർഷൻ ഇവിടെ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കണ്ടോ, എല്ലാ ഡേറ്റിലും എല്ലാ പേപ്പർ കോഡും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ആ കോളേജിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെയും